നേതൃത്വത്തിൽ നടക്കുക. അതോടൊപ്പം തന്നെ കൊല്ലത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിലും ഓരോ ദിവസവും വരുന്ന മാറ്റങ്ങളുമുണ്ട്. ഇപ്പോൾ രണ്ടു മുന്നണികളും ദേശവിരുദ്ധ ശക്തികളുടെ പിന്തുണയോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുക, നാടിന്റെ പൊതു ആവശ്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഏത് ദേശവിരുദ്ധ ശക്തികളുമായും സന്ധി ചെയ്യുക എന്ന തരത്തിലേക്ക് രണ്ടു മുന്നണികളും മാറിയിരിക്കുകയാണ്. UDFന് SDPയുടെ പിന്തുണ പറഞ്ഞു. SDPയുടെ പിന്തുണയെ തള്ളിപ്പറയാൻ പ്രതിപക്ഷ നേതാവിന് ഏതാണ്ട് ഒരാഴ്ചക്കാലം ആലോചിക്കേണ്ടി വന്നു. അവസാനം മനസ്സില്ലാ മനസ്സോടെ SDPയുടെ പിന്തുണ വേണ്ട എന്നുള്ള ഒഴുക്കൻ മറ്റുള്ള പ്രതികരണമാണ് ഒരാഴ്ചയ്ക്ക് ശേഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടായത്. പക്ഷേ കൊല്ലത്ത് മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി, RSPയുടെ സ്ഥാനാർത്ഥി പ്രേമേന്ദ്രന്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? SDPയുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവം, ദേശവിരുദ്ധ ശക്തികളുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവം ശ്രീ പ്രേമേന്ദ്രൻ ആ നിലപാടിലേക്ക് മാറും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നലെ RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഇതുപോലുള്ള വാർത്താ സമ്മേളനത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ആരുടെയും വോട്ട് സ്വീകരിക്കും, ആ വോട്ട് സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന മട്ടിലാണ് ഇന്നലെ ഷിബു ബേബി ജോൺ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ UDFന്റെ നിലപാടിന് വിരുദ്ധമാണോ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമാണോ RSP സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്? അപ്പോൾ ഒരു ഭാഗത്ത് SDPI പോലുള്ള സംഘടനകളുമായി സന്ധി ചെയ്തു പോലും അത്തരത്തിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക, ആത്യന്തികമായി കഴിഞ്ഞ 10 വർഷക്കാലം നിരവധി വികസന നേട്ടങ്ങളുമായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരിയായി മോദിജി മാറുമ്പോൾ ഇത്തരം ആൾക്കാരുമായി കൂട്ടുചേർന്നുകൊണ്ട് ആ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുവാൻ ഉള്ള പരിശ്രമം ഒരു ഭാഗത്ത്. 2, PDPയുടെ പിന്തുണ LDFനെന്ന് പറഞ്ഞിട്ടുണ്ട്. LDF ആ പിന്തുണയെ ഇതുവരെ പരസ്യമായി തള്ളിപ്പറയാൻ ശ്രമിച്ചിട്ടില്ല. കൊല്ലത്ത് നിൽക്കുമ്പോൾ PDPയുടെ മദനിയുടെ നിലപാടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ISSന്റെ രൂപീകരണം, പിന്നെ അതിന്റെ നിരോധനം, PDPയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നിരവധി സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് കൊല്ലം ജില്ല, പ്രത്യേകിച്ച് കൊല്ലം ജില്ല. മദനിക്കെതിരെ ഇപ്പോഴും സുപ്രീം കോടതിക്ക് മുന്നിൽ കേസ് നിലനിൽക്കുകയാണ്. ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു എന്നതടക്കമുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കൊല്ലത്ത്. കേരളം ഒട്ടക്ക് അവിടെ LDF സ്ഥാനാർത്ഥി മുകേഷ് അല്ലെങ്കിൽ LDFന്റെ നേതൃത്വം ഈ പറയുന്ന സംബന്ധിച്ച് PDPയുടെ പിന്തുണ വേണ്ട, PDPയെ പോലുള്ള ദേശവിരുദ്ധ ശക്തികളുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഒരു നിലപാടെടുക്കാൻ മുകേഷിന് കഴിയുമോ, LDFന് കഴിയുമോ? അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ തലത്തിൽ. മദനിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, CPMനെ സംബന്ധിച്ചിടത്തോളം PDPയുമായിട്ടുള്ള ബന്ധം ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വളരെ വിവാദപരമായ ഒരു സമ്മേളനം ശംഖുമുഖത്ത് നടക്കേണ്ടായി. അന്നത് മാധ്യമങ്ങൾ വളരെ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ശംഖുമുഖം കടപ്പുറത്ത് വേദിയിലേക്ക് കടന്നു വരുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഒന്ന് എണീറ്റ്, മുഖ്യമന്ത്രി ആരായിക്കൊള്ളട്ടെ, നമ്മൾ അദ്ദേഹത്തോട് ഒരു സാമാന്യ മര്യാദ കാണിക്കണം. ശ്രീ പിണറായി വിജയൻ, അന്ന് പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്നൊന്ന് എണീറ്റ് നിന്ന് ആദരവ് കാണിക്കാൻ പോലും തയ്യാറായില്ല. പക്ഷേ അന്ന് മദനി ആ വേദിയിലേക്ക് വരുമ്പോൾ പിണറായി എണീറ്റ് നിന്നാണ് അദ്ദേഹത്തോട്
ആദരവ് പ്രകടിപ്പിച്ചത്. മാധ്യമ സുഹൃത്തുക്കളെ, അന്നത്തെ മാധ്യമങ്ങളിൽ അതൊരു വലിയ വാർത്തയായിരുന്നു. മുഖ്യമന്ത്രി വന്നപ്പോൾ ആദരവ് കാണിച്ചില്ല, മദനി വന്നപ്പോൾ ആദരവ് കാണിച്ചു. ആ ആദരവൊക്കെ തന്നെയാണ് മദനിക്ക് പിന്നീട് ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ആ തരത്തിലേക്ക് മാറുവാൻ ആ സംഘടനയെ കൊണ്ടുപോയത് എന്നത് ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവരുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് ഈ രണ്ടു കൂട്ടരും ഒരേപോലെ ശ്രമിക്കുക, ആ സഹായം സ്വീകരിക്കുക. എന്താ അവരുടെ ലക്ഷ്യം? കേരളത്തിന്റെ പൊതുവികസനം എന്ത്? കൊല്ലം ലോകസഭയുടെ പൊതുവികസനം എന്ത്? കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കണ്ടേ? ഈ രാജ്യത്തിന്റെ ഒരു പൊതു നിലപാട് കേരളത്തിൽ ചർച്ചാ വിഷയമാക്കണ്ടേ? അതിന് ഇവിടെ വന്നു നിന്നുകൊണ്ട് അതൊന്നും പറയാതെ ഈ രണ്ടു മുന്നണികളും, ശ്രീ പ്രേമചന്ദ്രനും ശ്രീ മുകേഷും, ഈ പിന്തുണയെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പിന്തുണയെ സംബന്ധിച്ച് SDPയുടെയും PDPയുടെയും പിന്തുണയെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത്തരം ദേശവിരുദ്ധ ശക്തികളുമായിട്ടാണോ നിങ്ങളുടെ കൂട്ടുകെട്ട്? അത് ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ അല്ലാതെ ഇവർ രണ്ടു കൂട്ടരും കൊല്ലത്തിന്റെ പൊതുവികസനം എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്രീ പ്രേമചന്ദ്രൻ പുറത്തിറക്കിയിട്ടുള്ള വികസന രേഖയിലും ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ഭാരതത്തിൽ മൊത്തം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും അത് നാഷണൽ ഹൈവേയുടെ വികസനമായാലും റെയിൽവേ സ്റ്റേഷന്റെ വികസനമായാലും അടക്കം ആ വികസനം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വികസന രേഖയിലും സൂചിപ്പിച്ചിട്ടുള്ളത്. അവരാണ് ഇത്തരം ആൾക്കാരുമായി സന്ധി ചെയ്തുകൊണ്ട് ഓരോ മോദി ഗവൺമെന്റിനെതിരെയുള്ള ഇത്തരം പ്രചരണങ്ങൾ ഇവിടെ നടത്തുന്നു. അപ്പൊ അതടക്കമുള്ള കാര്യങ്ങൾ നാളെ രാജ്നാഥ് സിംഗിന്റെ പ്രോഗ്രാം, അതിന് ഒരു വലിയ മാധ്യമ സുഹൃത്തുക്കളുടെ വലിയ പിന്തുണ ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം. നല്ല രീതിയിൽ ആ വാർത്ത കൊടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. അല്ല, രണ്ട് ഗവൺമെന്റും ഒരേപോലെ പിന്തുണ കൊടുക്കുകയാണ് ഇവരുമായിട്ട്. ഇവർ രണ്ടു കൂട്ടരുമായിട്ടും ഇവർക്ക് രഹസ്യ ബാന്ധവമുണ്ട്. ഇവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ തെരഞ്ഞെടുപ്പില് BJP സ്ഥാനാർത്ഥികളെ, NDA സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുക. അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗത്ത് കർണാടക ഗവൺമെന്റ് ആനുകൂല്യം കൊടുത്തു, ഇവിടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുന്നു. ചില ഉപകാര സ്മരണകൾ, അതുകൊണ്ടാണ് ഞാൻ സംഘമുഖത്തെ കാര്യം പറഞ്ഞത്, ചില ഉപകാര സ്മരണകളുടെ പ്രകടനവും കൂടിയാണ് ഇപ്പോൾ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടിയുള്ളത്, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ ആഖ്യാനം ഇരു മുന്നണികളും വല്ലാണ്ട് പ്രചരിപ്പിക്കുക. ഭരണഘടനയെ സംരക്ഷിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ മോദി വിരുദ്ധത അത് പ്രകടിപ്പിക്കണം. ഇവിടെ ദേശീയതയെ സംരക്ഷിക്കാൻ മോദി വിരുദ്ധ വികാരമുണ്ടാവണം, നരേന്ദ്രമോദിക്കെതിരായി വോട്ട് ചെയ്യണം എന്ന് പറയുകയാണ്. ഇന്ന് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്കാണ്. വെൽഫെയർ പാർട്ടിയുടെ പിതൃത്വത്തെ സംബന്ധിച്ച് ഞാൻ വിവരിക്കുന്നില്ല. വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭരണഘടനയെ, ദേശീയതയെ സംരക്ഷിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം BJP ഉന്നയിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പരമോന്നത പദവിയിലിരിക്കുന്ന നേതാവ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. ഘടകകക്ഷികളുടെ കൊടി വേണ്ടെന്ന് പറയുന്നു. സ്വന്തം പാർട്ടിയുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ സാധ്യമല്ല. പക്ഷെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കാൻ, ദേശീയതയെ സംരക്ഷിക്കാൻ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണം. ഭരണഘടനയോട് വെൽഫെയർ പാർട്ടിയുടെ സമീപനം എന്താണ്? ഇത് ഐക്യജനാധിപത്യ മുന്നണി പിന്തുണയെ സംബന്ധിച്ച് അവർ പറയുമ്പം ഇത് പറയണം.
നമ്മുടെ സംസ്ഥാനത്ത് ഈ പുതിയ ആഖ്യാനം, ഇതിന്റെ അണിയറയിൽ ഒരുങ്ങുന്ന LDF UDF ബാന്ധവം, അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് BJP മൂന്നാമതാണ് എന്ന് ആവർത്തിച്ചു പറയാൻ നൽകുന്ന പ്രേരണ. ഈ ആഖ്യാനത്തിന്റെ അന്തസത്തയിൽ ആത്മാർത്ഥതയില്ല. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ അറപ്പുള്ള കക്ഷികളെ കൂടെ പിടിക്കുകയാണ്. ഭരണഘടനയെ പരിഹസിച്ച് ചില പ്രത്യേക സംവിധാനങ്ങളിലൂടെ നാടുവാഴുമെന്ന് പ്രഖ്യാപിക്കുന്നവരെ കൂടെ പിടിക്കുകയാണ്. ആ കക്ഷികളുടെ പേരാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നു BJP മൂന്നാമതെന്ന്. അണിയറയിൽ ഒരുങ്ങുന്ന അവിശുദ്ധ ബാന്ധവം, അതിന്റെ അടയാളമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇത് അണികൾ മനസ്സിലാക്കണമെന്നാണ് BJPയുടെ അഭ്യർത്ഥന. ഈ നാടിന്റെ സുരക്ഷിതത്വത്തിനെതിരായി, ഭരണഘടനയ്ക്കെതിരായി, ദേശീയതയ്ക്കെതിരായി നിലപാട് സ്വീകരിക്കുന്ന കക്ഷികളെ UDFും LDFും കൂട്ടുപിടിക്കുമ്പോൾ ദേശീയതയിൽ വിശ്വസിക്കുന്ന, ദേശസ്നേഹത്തിൽ അഭിമാനം കൊള്ളുന്ന UDFിലെയും LDFിലെയും അണികൾ അവർ ഈ തെരഞ്ഞെടുപ്പിൽ അതിനെതിരായി പ്രതികരിക്കും. ആ പ്രതികരണം വികസനത്തിനൊപ്പം നിൽക്കുന്ന പ്രതികരണമായിരിക്കും. ഇവിടെ വികസനം ചർച്ച ചെയ്തില്ല. പ്രേമചന്ദ്രന്റെ പ്രകടന പത്രിക നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തിന്റെ വിളംബരമാണ്. വ്യക്തിഹത്യ വരികയാണിപ്പോൾ അവിടെ. സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യക്തിഹത്യയാണ് ചർച്ചയാവുന്നത്. അതുകൊണ്ട് വികസനം ചർച്ചയാക്കണം, ദേശീയത ചർച്ചയാക്കണം, ഭരണഘടന സംരക്ഷിക്കപ്പെടുമെങ്കിൽ അതും ചർച്ചയാക്കണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഈ ദേശവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിക്കുന്നതിനെ സംബന്ധിച്ച് CPMും കോൺഗ്രസും LDFും UDFും അവരുടെ നയം വ്യക്തമാക്കണമെന്ന് കൂടി ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ചെയ്തികളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പൂർവകാല ചരിത്രവും വർത്തമാനകാല പശ്ചാത്തലവും എടുത്ത് പരിശോധിച്ചാൽ അത് PDPയോളം മ്ലേച്ഛമാണ് എന്ന് അങ്ങ് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലല്ല, ആ സമീപനങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ എടുക്കുന്ന നയപരമായ സമീപനങ്ങളിൽ മാറ്റം വരുമ്പോൾ ആ കക്ഷികളെയൊക്കെ കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് വിപുലമായ മുന്നണി സംവിധാനത്തിന് BJP നേതൃത്വം നൽകിയിട്ടുള്ളത്. ഭരണഘടന സംരക്ഷിക്കാൻ മദനി വേണമെന്ന് CPMന് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയട്ടെ തുറന്നെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഭരണഘടന സംരക്ഷിക്കാൻ വെൽഫെയർ പാർട്ടി വേണമെങ്കിൽ അത് തുറന്നു പറയണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിങ്ങിപ്പോ EDയെ കുറിച്ച് പറയുമ്പോഴും അങ്ങ് അത് തന്നെയാണല്ലോ പറയുന്നത് രാജ്യത്ത് മുഴുവൻ. ആ വിശ്വഹിന്ദുപക്ഷത്തിന്റെ സമീപനവും നയവും പറയാൻ അല്ല ഞാൻ ഈ പത്രസമ്മേളനത്തിൽ നടത്തി വന്നിട്ടുള്ളത്. അത് അവർ പറയട്ടെ, അത് അവരോട് ചോദിച്ചു.
ഇവിടെ അതിനെ ഉയർത്തി കാട്ടണോ, ഉത്തരേന്ത്യയിൽ അത് മറ്റൊരു തരത്തിൽ പ്രചാരണമാകും എന്നുള്ള തരത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു ടാക്ടിക്കൽ സമീപനമല്ലേ? ചത്ത കുതിരയെന്ന് നെഹ്റു പറഞ്ഞ ലീഗിനെ അത് വേറെ അങ്ങ് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാൻ ആരംഭിക്കുമ്പോൾ അങ്ങ് പുതിയൊരു ചോദ്യം ചോദിക്കണം. അല്ല എപ്പോഴും ലിസ്റ്റ് ചെയ്തിട്ട് ഉത്തരങ്ങളെ വരുള്ളൂ. ചർച്ചയല്ല, പത്രസമ്മേളനമാണെങ്കിൽ അങ്ങ് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും. ചത്ത കുതിരയെന്ന് നെഹ്റു പറഞ്ഞ ലീഗ് അത് എടുക്കുന്ന വർഗീയമായ സമീപനങ്ങൾ എന്താണ്? ആ കോഴി ഇപ്പോ ചേർത്ത് പിടിക്കാൻ BJP അങ്ങനെ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടുന്നതാണ്. എന്റെ ചോദ്യം, സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കാൻ എങ്ങനെ കഴിയുമെന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ദേശീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നതെന്നും ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടി മോദി പരാജയപ്പെടണമെന്നും പറയുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന് സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കാൻ എന്തേ മടി കഴിയാത്ത കോൺഗ്രസ് എങ്ങനെ ദേശീയത ഉയർത്തിപ്പിടിക്കുമെന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. ദേശീയതയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അവരാണിപ്പോ പറയാ, ഞങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. അവരാണ്, ഞങ്ങളല്ല. സുഹൃത്തെ, ഈ ചോദ്യം അവരോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങൾ ജനസംഘകാലം മുതൽ ദേശീയതയ്ക്ക് വലിയ പരിഗണനയും മുന്തിയ സ്ഥാനവും നൽകുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ചേർന്ന് നിൽക്കുന്നത് ദേശീയതയോടെയാണ്. ആ ദേശീയത അപകടത്തിലാണ് എന്ന് ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് ആണ്, CPM ആണ്. ജനാധിപത്യം അപകടത്തിലാണ്, ഭരണഘടന അപകടത്തിലാണ്, ദേശീയത അപകടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള സംഘടനകളെ, ഭരണഘടനയെ അംഗീകരിക്കാത്ത, ദേശീയത അംഗീകരിക്കാത്ത, അതിൽ അഭിമാനിക്കാത്ത കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ കാണിക്കുന്ന പ്രവണതയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ദേശീയതയ്ക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങൾ ദേശീയതയെ ഉയർത്തിപ്പിടിക്കും. ഉറക്ക ഭാരത് മാതാ കി ജയ് വിളിക്കും. അത് ഞങ്ങൾ അഭിമാനം കൊള്ളും. എല്ലാം നിരോധനത്തിൽ മാത്രം അവശേഷിക്കുന്നതല്ല. നിരോധനത്തിന്റെ, അതിജീവനത്തിന്റെ ഉൽപ്പന്നമാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ആ കഥ അറിയാമല്ലോ. എത്രയോ നിരോധനങ്ങൾ, എത്രയോ നിയന്ത്രണങ്ങൾ. ഇത് ആശയപരമായിട്ടുള്ള പോരാട്ടത്തിന്റെ പോർമുഖമാണ് തെരഞ്ഞെടുപ്പ്. എല്ലാ പ്രസ്ഥാനങ്ങളും അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ, അവരുടെ വികസന സമീപനങ്ങൾ അതെല്ലാം പറയുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ പറയണം. ഇവിടെ നിരോധനത്തിന്റെ കാര്യമല്ല ചർച്ചയ്ക്ക് വെക്കേണ്ടത്. ഈ ആശയ പോരാട്ടം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ കടമയാണ്. അതാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അതിന് അവർ മറുപടി പറയട്ടെ, ഞങ്ങൾ തുടർന്നത് ഏറ്റെടുത്ത് മറുപടി പറയും. ഈ ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. കോടികൾ മുടക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ആധുനികവൽക്കരണം അതൊരു MP ഫണ്ടിൽ ഒതുങ്ങുമോ? അതിന്റെ ബോർഡ് വെക്കല് MP നടത്തിക്കോട്ടെ. ഞങ്ങൾ ചോദിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ രാഷ്ട്രീയ താല്പര്യം പരിഗണിക്കാതെ വികസനത്തിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ MP അംഗീകരിക്കുന്നു എന്ന ചോദ്യമാണ്. ആലപ്പുഴയിലും അംഗീകരിച്ചിട്ടാണോ? അല്ല, ഞാൻ ആലപ്പുഴയിൽ വേറെ മുന്നണിയാണ്. പ്രേമചന്ദ്രൻ വിളിച്ചില്ലെങ്കിലും ഇത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തിന് വരാൻ സ്വാഭാവികമായും പ്രധാനമന്ത്രി വരും. ആ പ്രധാനമന്ത്രി വന്നതിന്റെ ക്രെഡിറ്റും ഞങ്ങൾക്ക് വേണം. ബൈപ്പാസ് വന്നതിന്റെ ക്രെഡിറ്റും എനിക്ക് വേണം. ഇത് ആലപ്പുഴയിൽ ഞങ്ങൾ അനുഭവിക്കുകയാണ്. അത് അദ്ദേഹം നേരിട്ട്
അത് മെട്രോമാന്റെ കാര്യത്തിൽ കണ്ടതല്ലേ, കുമ്മനത്തിന്റെ കാര്യത്തിൽ കണ്ടതല്ലേ. എത്ര മുന്നുദാഹരണങ്ങളുണ്ട്. അതിന്റെ അണിയറ ആലോചനകളുടെ വെളിപ്പെടുത്തലുകളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവർത്തിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ആവർത്തിക്കുന്നതിന്റെ പ്രേരണ ഇത് തന്നെയാണ്. അത് എവിടെ എന്നുള്ളതിനെക്കാളും സംബന്ധിച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. ബോധ്യപ്പെട്ട സ്ഥലങ്ങളാണല്ലോ മുമ്പേ ഉള്ളത്. മെട്രോമാൻ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ തോൽപ്പിക്കപ്പെട്ട ആളല്ലല്ലോ. അപ്പൊ അതുണ്ട്. അത് അവർ ചെയ്താൽ വിശുദ്ധതയാണ്. അത് വിശുദ്ധമായ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്ന നിലയിൽ കുറച്ചുകൂടെ കാത്തിരുന്നിട്ട് കാണാം. ഞാൻ ഈ ലോക്സഭയാണ് കേന്ദ്രീകരിക്കുന്നത് എന്നത് എന്റെ ഒരു പരിമിതിയാണ്. അങ്ങ് അത് മനസ്സിലാക്കുക. ഞങ്ങൾ പാർട്ടി സംസ്ഥാന ഭാരവാഹികൾ ഓരോ ലോക്സഭയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കൊല്ലം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ചുമതലയാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കുറിച്ച് ഞാൻ ആധികാരികമായി പറയുന്നില്ല. അങ്ങ് ആ ഗ്രൂപ്പിലുണ്ടോ? അങ്ങ് ആ ഗ്രൂപ്പിലുണ്ടോ? ആ ഗ്രൂപ്പിലുണ്ടോ? അല്ല, അങ്ങ് ആ ഗ്രൂപ്പിലുണ്ടോ? ശരി. അല്ല, ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യണം. ശരി. അപ്പൊ എല്ലാവരെയും നാളെ നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിലവിൽ അതിനെ സംബന്ധിച്ച് അറിയിപ്പ് വന്നിട്ടില്ല. വൈകിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇരിക്കുന്നത്. നല്ല കർശനമായ സുരക്ഷയായിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അത് പറയാം. സമയമൊന്നും മാറ്റി. അതാണ് 4 മണിയായിരുന്നു പറഞ്ഞത്, 3 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉണ്ട് സ്പേസ്, പത്രക്കാർ ബാരിക്കേഡും ബാക്കി കാര്യങ്ങളെല്ലാം.